നഴ്സിംഗ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഏത് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴും ഒരു പടി UK മുന്നിലാണ്. ഇന്ത്യയിലെ ഒരു നഴ്സിന് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് അല്ല UK കിട്ടുന്നത്. നാട്ടിലിപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പം നഴ്സിംഗ് ആണല്ലേ, ഒരു മനോഭാവം ഉണ്ടല്ലോ, അതല്ല UK അവിടെ എല്ലാവർക്കും ഈക്വലി ട്രീറ്റഡ് ആണ്. ബ്രെക്സിറ്റിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തും ഒക്കെ എല്ലാവരും കേരള നഴ്സസിനെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കില്ല് മാത്രമല്ല, ഹാർഡ് വർക്കിംഗ്. നമ്മുടെ നഴ്സസ് ഏത് രാജ്യത്ത് പോയാലും അവർ വർക്ക് ചെയ്തതിനോളം വരില്ല ഞാൻ നോക്കിയിട്ട് വേറെ ഒരിടത്തു നിന്നും വരുന്നവർ. ഞങ്ങളിങ്ങനെ ഐഡിയാസിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ചിന്തിക്കുന്ന ഇതിനകത്തുള്ള ബിസിനസ് പോസിബിലിറ്റി എന്തൊക്കെയാണ്. അങ്ങനെ ചിന്തിച്ച് ഞാനിപ്പോൾ ഒരു 8-9 ബിസിനസ്സുകൾ തുടങ്ങി പരാജയപ്പെട്ടിട്ടാണ് ഞാൻ വേറൊന്നിലേക്ക് കയറിയത്. ഒരു മൊമെൻ്റ് ഓഫ് ലൈഫിൽ നമ്മളോട് എല്ലാവരും പറയും, നീ ഇത്രയും ചെയ്തിട്ട് ഒന്നും ആയില്ലല്ലോ, എന്നാൽ പിന്നെ വിട്ടുകളാ, കുറേ പൈസ അതിനു വേണ്ടി കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും എന്തെങ്കിലും ഒരിക്കലില്ല, നമുക്ക് ഒരു തവണയും കൂടെ ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഇന്ന് അറിഞ്ഞും അറിയാതെയും അതിപ്പം UK ഒരു നമ്പർ 1 അക്കാഡമി എന്ന് പറയാൻ മാത്രമായിട്ടുള്ളത്. ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് 4 കുട്ടികളെ വെച്ചിട്ടാണ്. ആ 4 കുട്ടികളിൽ നിന്ന് 8 നിന്ന് 16 ഞാൻ അതിനകത്ത് ഒരുപാട് റിസ്ക് എടുത്തിട്ടില്ല. അതായത് ഞാനൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് അതിനെ ഒരു അക്കാഡമി ആക്കണം, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കണം എന്നൊന്നും ഓർത്തില്ല. മാൾട്ടയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ OSCE പഠിക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ യൂഷ്വലി വിസിറ്റിംഗ് വിസയിലാണ്, ടൂറിസ്റ്റ് വിസയിലാണ് വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് ഈ കുട്ടികളെ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്ന് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെ ഞങ്ങളൊരു 12 പേരുടെ ഒരു ബാച്ചാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും UK ഫസ്റ്റ് ബാച്ച് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഫോർച്ച് വെസ്റ്റ് ആണ്. പിന്നെ ഫോർച്ച് വെസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യമാണ് 100% വിന്നിംഗ് പെർസെൻറ്റേജ്. നമുക്ക് OSCE സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വർഷത്തിന് മുകളിലായി. ഇതുവരെ ഒരാളും ഫെയിലായിട്ടില്ല. അത് നമുക്ക് 60 വയസ്സിന് മുകളിലുള്ളവരും പഠിച്ചിട്ടുണ്ട്, 25 വയസ്സിൽ താഴെയുള്ളവരും പഠിച്ചിട്ടുണ്ട്. അവർ ആരും ഫെയിലായിട്ടില്ല. ഏജ് ലിമിറ്റ് ഇല്ല OSCE പഠിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പറയുള്ളൂ, ഇവിടെ വന്ന ആരും ഫെയിലാവില്ല, എന്നാൽ ഞാൻ പഠിക്കുന്നില്ല, ഇവിടെ വന്നേക്കാം, ഇവിടെ പാസ്സാക്കിക്കോളൂ. അങ്ങനെ വരുന്ന പിള്ളേരും ഉണ്ട്. ഫോർച്ച് വെസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു വോയിസ് ഫോർ നഴ്സസ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുള്ളവരും ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നവരും അവരുടെ പ്രോബ്ലംസ് പറയാൻ ആൾക്കാരില്ലാത്തതിൻ്റെതായ ഒരു ഇഷ്യൂസ് ഞാൻ ഡെയിലി കേൾക്കുന്ന സ്റ്റോറീസ് വെച്ചപ്പോഴാണ് അറിയാതെ ഞാൻ കുറച്ച് പേർക്ക് എനിക്ക് വോയിസ് ആവാൻ പറ്റിയിട്ടുണ്ട്. അവരുടെ കൈകളിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. അമ്മയെക്കാളും മുന്നേ നമ്മളെ കാണുന്നത് അവരാണ്. എന്തിന്? ആദ്യമായി വാരിപ്പുണരുന്നതും അവസാനമായി മൂടി പുതപ്പിക്കുന്നതും അവർ തന്നെയാണ്. ഭൂമിയിലെ മാലാഖമാർ, നഴ്സുമാർ. ഇന്ന് എൻ്റെ കൂടെയുള്ളത് 15,000-ലധികം പേരെ OSCE ട്രെയിൻ ചെയ്ത ഫോർച്ച് വെസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ CEO ആയ ജിസ്ന ഗ്രേസി ജോണാണ്. ജിസ്ന, സ്വാഗതം. താങ്ക് യു. ജിസ്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്ന ഒരാളെന്ന് വേണമെങ്കിൽ പറയാം. അതായത് കട്ടപ്പനയിലൊരു സാധാരണ കുടുംബത്തിലാണ് ജനിക്കുന്നത്. എന്നിട്ട് നഴ്സിംഗ് പഠിക്കുന്നു, അസിസ്റ്റൻറ്റ് ലെക്ചറർ ആവുന്നു. അവിടെ നിന്ന് പിന്നീട് അങ്ങോട്ട് ഫോർച്ച് വെസ്റ്റ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനെ വളർത്തി ഇത്രയും വലുതാക്കുന്നു. ഞാൻ ഭയങ്കര ഈസി ആയിട്ട് ഇതങ്ങോട്ട് 2-3 സെൻറ്റൻസിൽ പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഈ ഒരു യാത്ര ഞാൻ ഈ പറഞ്ഞ അത്രയും ആ വഴി ഒറ്റയ്ക്ക് വെട്ടാൻ അത് എളുപ്പമായിരുന്നു? ഒട്ടും എളുപ്പമൊന്നും ആയിരുന്നില്ല. ബിക്കോസ് ഇത് ഓൾമോസ്റ്റ് ഒരു 9 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ തന്നെയായിരുന്നു. ഒരു ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു തുടക്കുന്ന ഞാനൊന്ന് ഫൈനാൻഷ്യലി നല്ലൊരു ബാക്കപ്പുള്ള സൗണ്ടായിട്ടുള്ള ഒരു ലൈഫിൽ നിന്ന് വന്ന ആളൊന്നുമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു നല്ലൊരു ഓൺടർപ്രണർ എന്നുള്ളൊരു വേർഡൊന്നും യൂസ് ചെയ്യാൻ ഞാനിപ്പോഴും ആയിട്ടില്ല. പക്ഷേ കുറേ ആൾക്കാരെ പഠിപ്പിക്കാൻ പറ്റി, ഒരു പാഷൻ്റെ പുറകെ പോകാൻ പറ്റി. അത് സക്സസ് ആവാൻ അത്ര ഈസി ആയിരുന്നില്ല. ബട്ട് സ്റ്റിൽ വർക്ക് ചെയ്ത് സ്ഥിരമായിട്ട് ഒന്നിൻ്റെ പുറകെ തന്നെ വർക്ക് ചെയ്ത് ഐ തിങ്ക് ഇറ്റ് ക്യാൻ ബി ഇറ്റ്സ് സ്റ്റിൽ പോസിബിൾ. നമ്മളിവിടെ നിന്ന് നോക്കുമ്പോഴേ ഇപ്പം 2018 ഈ സ്ഥാപനം തുടങ്ങുന്നു അല്ലേ? അതെ. ഇപ്പോൾ 2025 ആയപ്പോഴേക്കും വളരെ നല്ല രീതിയിൽ 15,000 പേരെ ട്രെയിൻ ചെയ്യാമെന്ന് OSCE ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്നെ കൊണ്ടിത് പറ്റത്തില്ല, ഞാനിത് എങ്ങനെ എത്തിക്കും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. ഓഫ് കോഴ്സ്, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. അങ്ങനെ വരാഞ്ഞത് ഇതൊന്നും അറിഞ്ഞ് ആയതല്ല. ഞാൻ ആദ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയം 4 കുട്ടികളെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. 2018 ഞങ്ങളിവിടെ ഞാൻ ഇവിടെ കേരളത്തിൽ IELTS OET ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഒരു 8ഓളം ബ്രാഞ്ചസ് നമുക്ക് കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു. കേരളത്തിലും
ബാംഗ്ലൂർ കർണാടകയിലുമായിട്ട് നമുക്ക് ഒരു 8 ബ്രാഞ്ചോളം നമ്മൾക്ക് ഉണ്ടായിട്ടും അതൊന്നും അത്ര സക്സസ് എന്ന് പറയാനില്ല, മൊത്തം ഫെയിലിയർ ആയിരുന്നു. അത് ഒരുപാട് ബ്രാഞ്ചസ് വന്നു, അത് വീണ്ടും അത് പൂട്ടേണ്ട വന്നു, അതൊക്കെ ലോസിലായിരുന്നു, പിള്ളേരൊന്നും പഠിക്കാൻ വരുന്നില്ല, അങ്ങനെ ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺസിലൂടെ പോയിട്ടുണ്ട്. അപ്പം ഞാൻ യു കെയിൽ പോയതിന് ശേഷമാണ് ശരിക്കും മോസ്കി എന്ന് പറയുന്ന ഒരു ഡ്രീമിലേക്ക് വന്നത്. പതിയെ പാർട്ട് ടൈമായിട്ട് എൻ്റെ വർക്കിനോടൊപ്പം തന്നെ ഞാൻ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് പറഞ്ഞു കൊടുത്തു തുടങ്ങി. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ പാസ്സായപ്പോൾ കുറച്ചും കൂടി ഞാൻ ഇൻസ്പയർഡായി. ദെൻ ഞാനത് പതിയെ ഒരു ഓഫ്ലൈൻ സെഷനിലേക്ക് മാറ്റി. ഞാൻ ആദ്യം പഠിപ്പിക്കുന്നത് 4 കുട്ടികളെ വെച്ചിട്ടാണ്. ആ 4 കുട്ടികളിൽ നിന്ന് 8ആയി, 8ൽ നിന്ന് 16ആയി. ഞാൻ അതിനകത്ത് ഒരുപാട് റിസ്ക് എടുത്തിട്ടില്ല. അതായത് ഞാനൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്ത് അതിനെ ഒരു അക്കാഡമി ആക്കണം, ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കണം എന്നൊന്നും ഓർത്തില്ല. അത് ഇവൻച്വലി അങ്ങനെ സംഭവിച്ചതാണ്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു ബാച്ചിൽ 120 പേര് to 150 പേര് ഒരു ബാച്ചിൽ പഠിക്കാറുണ്ട്. അപ്പോൾ അതും ഞാൻ അറിഞ്ഞ് ചെയ്യുന്നതല്ല, ഇതൊക്കെ തന്നെ അങ്ങ് ആയിപ്പോയതാണ്. അതിനുവേണ്ടി നമ്മൾ കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അത് അങ്ങനെ വന്നു. അതാ ഞാൻ പറഞ്ഞു, നമ്മൾ കീപ്പ് ഓൺ ഒരേ കാര്യത്തിന് ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൊമെൻറ്റിൽ അത് നമുക്ക് വന്നു ചേരും. കൺസിസ്റ്റൻസി പെയ്ഡ് ഓഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും കറക്റ്റാണ്. പ്രൗഡ് ഓഫ് യു. ലൈക്ക് അങ്ങനെ കൺസിസ്റ്റൻസിയിൽ വരിക എന്ന് പറയുന്നത് അത് ചെറിയ കാര്യമല്ല കേട്ടോ. കാരണം നമുക്ക് കുറേ സമയം ഒരു മൊമെന്റ് ഓഫ് ലൈഫിൽ നമ്മളോട് എല്ലാവരും പറയും, ഓക്കെ നീ ഇത്രയും ചെയ്തിട്ടൊന്നും ആയില്ലല്ലോ, എന്നാൽ പിന്നെ വിട്ടുകള, കുറേ പൈസ അതിനു വേണ്ടി കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോഴും എന്തെങ്കിലും ഒരിക്കലില്ല, നമുക്ക് ഒരു തവണയും കൂടെ ട്രൈ ചെയ്യാം, അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് ഇന്ന് അറിഞ്ഞും അറിയാതെയും അതിപ്പം യു കെയിലെ ഒരു നമ്പർ 1 അക്കാഡമി എന്ന് പറയാൻ മാത്രമായിട്ടുള്ളത്. അപ്പം ഇപ്പോൾ ഇതൊരു പുരുഷനായിരുന്നെങ്കിൽ പലപ്പോഴും ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ എന്ന് പറയാറുണ്ട്. ഓക്കെ, പക്ഷേ ഇതൊരു സ്ത്രീയാണ്. ഓക്കെ, ഓൺട്രപ്രണർ എന്ന് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഐ വുഡ് സേ ഒരു വുമൺ ഓൺട്രപ്രണറാണ്. അപ്പം ഈ ഒരു സ്ത്രീയുടെ വിജയത്തിന് പിന്നിൽ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫാമിലിക്ക്, കാരണം ഇങ്ങനെ ഒരുപാട് പേര് നിർത്തുമെന്ന് പറയുമ്പോൾ മറുവശത്തൊരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതായത് ഇല്ല നിന്നെ കൊണ്ട് പറ്റും ജിസ്ന എന്ന് പറഞ്ഞൊരു സപ്പോർട്ട്. ഫാമിലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഈ ഒരു യാത്രയിൽ? ഫാമിലി ഇല്ലാതെ പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ബിസിനസ്, ഒരു സംരംഭം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പോലും ഒരു വിമൻ ചെയ്യുമ്പോൾ അതിന് ബാക്ക് എൻഡിൽ ഡെഫിനറ്റ്ലി നമുക്കൊരു മകൻ ഫാമിലി, എനിക്കൊരു കുഞ്ഞു മോനാണുള്ളത്, അവന് 2.5 വയസ്സാണ്. അപ്പോൾ അവനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളില്ല. നമ്മൾ ഫ്രണ്ടിൽ നിന്നാലും ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്ത് ഇത് കല്യാണത്തിന് മുന്നേ തുടങ്ങിയ സംരംഭമാണ് ഫോർച്ച് വെസ്റ്റ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തോട്ട് പ്രോസസ്സ് ഉള്ളിൽ വന്ന സമയത്ത് തന്നെ എനിക്ക് ബ്രദറായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ആശാനും എൻ്റെ ഒരു ജീൻ തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ഞങ്ങളിങ്ങനെ ഐഡിയാസിൻ്റെ പുറകെ പോകുന്ന ആൾക്കാരാണ്. എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ ചിന്തിക്കുന്ന ഓക്കെ ഇതിനകത്തുള്ള ബിസിനസ് പോസിബിലിറ്റി എന്തൊക്കെയാണ്. അങ്ങനെ ചിന്തിച്ച് ഞാനിപ്പോൾ ഒരു 8-9 ബിസിനസ്സുകൾ തുടങ്ങി പരാജയപ്പെട്ടിട്ടാണ് ഞാൻ വേറൊന്നിലേക്ക് കയറിയത്. എന്ത് തുടങ്ങിയാലും ബൈ ദ എൻഡ് ലൈക്ക് ഇഫ് നോ വൺ സ്റ്റോപ്സ് യു, അവിടെയാണ് നമുക്ക് പുതിയത് ചെയ്യാൻ വേണ്ടി ഒരു ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ടാവുക. അപ്പോൾ എൻ്റെ ചേട്ടൻ അന്നും പറഞ്ഞു, നിനക്ക് ഓക്കെയാണ് നീ ചെയ്തു, ഒന്ന് പോവും, തോറ്റിട്ട് പിന്നെ ഞാൻ വേറെന്തെങ്കിലും പോയാലെന്ന് ആലോചിക്കാം. പിന്നെ ഞാൻ വേറെന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങും. അങ്ങനെ എനിക്ക് ആരും എൻ്റെ വീട്ടിൽ നിന്ന് ഇതുവരെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായില്ല. പിന്നെ ഒരു മൊമെൻ്റ് എത്തി, ഇപ്പം ഒരു 3-4 ഇയേഴ്സ് ഞാൻ ഫോർച്ച് വെസ്റ്റിൻ്റെ തന്നെ പുറകിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചെറുതായിട്ടൊക്കെ ആണെങ്കിലും ഫ്രണ്ട് സർക്കിളിലുള്ളവർ പറഞ്ഞു തുടങ്ങി. എനിക്കൊരു ചെറിയ സർക്കിളേ ഉള്ളൂ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ളൂ. അവരെൻ്റെ അടുത്ത് പറഞ്ഞു തുടങ്ങി ഇനിയിപ്പം നിൽക്കണ്ടെന്ന്. അപ്പോൾ എനിക്ക് ലോങ് ഡിസ്റ്റൻസ് റിലേഷനായിരുന്നു. 10 year ആയിട്ട് ഞാൻ പ്രണയിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ എൻ്റെ ഹസ്ബൻഡ്. അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ സ്റ്റോപ്പ് ചെയ്യണ്ട, നീ ജോബിനാണ് ബ്രദറിൻ്റെ പേര്, ജോബിനൊക്കെ ആണെങ്കിൽ നീ ഒന്നുകൂടെ ട്രൈ എടുത്തോ. ഇറ്റ് വാസ് മൈ ലാസ്റ്റ് ട്രൈ കേട്ടോ. എന്നോട് പറഞ്ഞു ഇതും കൂടെ നീ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ യു ഗോ ഫോർ എ ജോബ്. അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ദൈവം അനുഗ്രഹിച്ചിപ്പോൾ 4 വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതുവരെയും ഒരു ജോലിയുടെ പുറകെ പോകേണ്ടി വന്നിട്ടില്ല. അതൊരു ലെവലിൽ എത്തിക്കാൻ വേണ്ടി സാധിച്ചു. ഫാമിലിയുടെ ഒരു പ്രസൻസ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു സ്ത്രീയുടെ സക്സസിൻ്റെ ഫ്രണ്ടിൽ 2 പേര് എൻ്റെ ബ്രദറും എൻ്റെ ഹസ്ബൻഡുമാണ്. പക്ഷേ എന്നിരുന്നാലും പറഞ്ഞറിയാതെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ജെയ്സൻ്റെ അമ്മയാണെങ്കിലും കുഞ്ഞിനെ നോക്കുന്നുള്ളതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫ്രണ്ട് എൻഡിൽ നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെ പറഞ്ഞാലും ഒരാളുടെ മാത്രം സക്സസ് അല്ല ഇത്. എനിക്ക് പുറകെ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിക്കോട്ടെ, സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവരെല്ലാവരും ഒരുപോലെ വർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇതിൽ ഞാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചത്, ഒന്ന്
പരാജയങ്ങൾ ആരും പറയാറില്ല. എല്ലാവരും ആ വിജയം ഫോർച്യൂവെസ്റ്റിന് മാത്രം കാണുന്നുണ്ട്. പിന്നെ അതുപോലെ റിസ്ക് എടുക്കാനുള്ളൊരു ധൈര്യം. അപ്പോൾ എനിക്ക് തോന്നുന്നു അതുപോലെ തന്നെ പയനിയറായിട്ട് ഫോർച്യൂവെസ്റ്റ് ചെയ്തൊരു കാര്യമാണ് സ്മാർട്ട് ബ്രിഡ്ജ് പാത്വേ. അത് നിങ്ങൾ ചെയ്ത് അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക? ആക്ച്വലി ഇത് തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് UK കഴിഞ്ഞ ഒരു 1-2 years ആയിട്ട് നഴ്സുമാർക്ക് റിക്രൂട്ട്മെൻറ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ഇല്ലാതെ വന്ന സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിൽ UK ഒരാൾക്ക് രജിസ്റ്റേർഡ് നഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ അവർക്കൊരു NMC രജിസ്ട്രേഷൻ, അത് നമ്മുടെ നഴ്സിംഗ് കൗൺസിലിൽ നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ കൊടുത്ത് അവരുടെ രജിസ്ട്രേഷൻ എടുക്കണം. ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്റ്റെപ്പുകളുണ്ട്. ആ NMC രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ നാട്ടിൽ കുട്ടികൾ OET എഴുതി, അതിനുശേഷം രണ്ടാമതൊരു എക്സാം ഉണ്ട്, CBT എന്ന് പറയും. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. പിന്നെ ഇതിൻ്റെ ഫൈനൽ സ്റ്റെപ്പായിട്ടാണ് OSCE എന്ന് പറയുന്നത്. OSCE ആണ് ആക്ച്വലി ഞങ്ങൾ ഏറ്റവും കൂടുതൽ ട്രെയിൻ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. ഈ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഒരു കുട്ടി UK എത്തണം. നമ്മുടെ നാട്ടിൽ ഈ ഒരു 2-3 വർഷം മുന്നേ ഒക്കെ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് ഒരുപാടുണ്ടായിരുന്നു. ഞാനൊക്കെ 0 പേയ്മെൻറ്റിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ UK പോയോളൂ. എനിക്കൊന്നും ഒരു പൈസ പോലും വേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ പിള്ളേർക്കൊന്നും ജോലി ഇല്ല അവിടെ. അപ്പം റിക്രൂട്ട്മെൻറ്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആയ, അല്ലെങ്കിൽ ഫ്രീസ് ആയ ഒരു സാഹചര്യത്തിൽ ഈ പിള്ളേർ സ്റ്റാർട്ട് ചെയ്ത് പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, OET പാസ്സായി, ഇവർക്കൊന്നും UK പോകാൻ ഓപ്ഷൻ ഇല്ല, ഹാഫ് ഫെയിൽ നിൽക്കുവാണ്. അതായത് അവിടെ വന്നാലേ പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവർക്ക് OET എന്ന് പറയുന്ന ഒരുപാട് പേര് ഒത്തിരി കഷ്ടപ്പെട്ട് കിട്ടുന്ന ഒരു എക്സാമാണ്. അതിന് പിന്നിൽ ഒരു 18-19 ടൈംസ് ഒക്കെ ഇവർ OET എഴുതി എങ്ങനെയെങ്കിലും പോകണം എന്നൊരു ആഗ്രഹത്തിൽ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ പ്രോസസ്സ് അവർക്ക് ഹാഫ് ഫെയിൽ നിൽക്കുന്നു. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് നമ്മുടെ ഓരോ സൈറ്റുകളിൽ ആപ്ലിക്കേഷൻ നമ്മൾ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഡു യു ഹാവ് എ വാലിഡ് പിൻ ഇൻ ദ സെൻസ് നമുക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ. അപ്പോൾ ഈ ഹാഫ് ഫെയിൽ നിൽക്കുന്ന കുട്ടികളെല്ലാം ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള കാലിബർ ഉള്ള കുട്ടികൾ ഇങ്ങനെ ഈ ഒരു ഒറ്റ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചതോടുകൂടി സ്റ്റോപ്പായിപ്പോയി. അപ്പോൾ ഈ നമുക്കൊരു ജോലിക്ക് പോകാൻ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ UK പറ്റില്ല. പിന്നെ എന്താണ് പോസിബിൾ വേ എന്ന് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മാൾട്ടയിൽ നിന്ന് ഒരുപാട് കുട്ടികൾ OSCE പഠിക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ യൂഷ്വലി വിസിറ്റിംഗ് വിസയിലാണ്, ടൂറിസ്റ്റ് വിസയിലാണ് വന്നിട്ട് എക്സാം അറ്റൻഡ് ചെയ്ത് തിരിച്ചു പോകുന്നത്. അപ്പോൾ അതിൻ്റെ പോസിബിലിറ്റി ഞങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഓക്കെ നമുക്ക് എന്തുകൊണ്ട് നാട്ടിൽ നിന്ന് ഈ കുട്ടികളെ ഒരു ടൂറിസ്റ്റ് വിസയിൽ വന്ന് ട്രൈ ചെയ്തുകൂടാ. അങ്ങനെ ഞങ്ങളൊരു 12 പേരുടെ ഒരു ബാച്ചാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്നും UK ഫസ്റ്റ് ബാച്ച് ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നത് ഫോർച്യൂവെസ്റ്റ് ആണ്. ആദ്യത്തെ ബാച്ച് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട് കേട്ടോ, ഇല്ലാതെ ഞാൻ ഒരിക്കലും പറയില്ല. ഇത് എവിടെയെങ്കിലും വെച്ച് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ആവുമോ, അല്ലെങ്കിൽ ശരിക്കും ഇങ്ങനെ ചെയ്താൽ രജിസ്ട്രേഷൻ കിട്ടുമോ, ഇങ്ങനെയുള്ള ഒരുപാട് റിസ്ക് ഞങ്ങളും എടുത്തു. അപ്പോൾ ഞങ്ങൾ ആ കുട്ടികൾക്ക് ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇത് ചെയ്തു തരുന്ന ആരുമില്ല, പക്ഷേ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല. ഇല്ലെങ്കിൽ കുട്ടികൾ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് രജിസ്ട്രേഷൻ എടുക്കാം, ഒരു 1 year പ്രോഗ്രാം പഠിക്കാം, സൈഡായിട്ട് ചെയ്യാം. ഒരു 12 ലക്ഷം രൂപ 14 ലക്ഷം രൂപ കോസ്റ്റ് വരും. ഇതൊരു 3 ലക്ഷം to 5 ലക്ഷത്തിനുള്ളിൽ എല്ലാ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ നമ്മുടെ ട്രെയിനിങ് ചാർജ് 700 പൗണ്ടാണ്, 70,000 ഇന്ത്യൻ മണി. എക്സാം എഴുതാൻ ഒരു 794 പൗണ്ട്, ഓൾമോസ്റ്റ് ഒരു 80,000 to 90,000 ഇന്ത്യൻ മണി വരും. പിന്നെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ്, ഒരു 10 days അക്കോമഡേഷൻ, ചെറിയ പേയ്മെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്കൊരു 2.5-3 ലക്ഷത്തിലൊക്കെ വന്ന കുട്ടികളുണ്ട് കേട്ടോ ആദ്യത്തെ ബാച്ചുകളിലൊക്കെ. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ രജിസ്ട്രേഷൻ എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ പിള്ളേരോട് പറഞ്ഞു, ഞങ്ങളും ആദ്യമാണ്, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൂടെ വരാം, വന്ന് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വില്ലിങ് ആയിട്ടുള്ള കുറേ കുട്ടികൾ, അവർക്കൊക്കെ ഒരു ഓപ്ഷനും ഇല്ലാതിരുന്നവരാ. അപ്പം ഞങ്ങൾക്കും അറിയാം ഞങ്ങളല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇവർക്കും ഇല്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്തൊരു പ്രൊജക്റ്റാണ് ആക്ച്വലി സ്മാർട്ട് ബ്രിഡ്ജ് പാത്വേ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഫസ്റ്റ് ബാച്ച് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നു രജിസ്ട്രേഷൻ എടുപ്പിക്കാൻ വേണ്ടി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇന്ത്യയിൽ നിന്ന് നമ്മൾ കുട്ടികളെ കൊണ്ടുവരുന്നത്. വന്നവരെല്ലാം തന്നെ ഫസ്റ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് സെറ്റിൽ തന്നെ അവർ ക്ലിയറായി, രജിസ്ട്രേഷൻ എടുത്തു. അതിലൊരു 50 to 60% കുട്ടികൾക്കും ജോലിയായി അവർ UK വർക്കും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു നല്ലൊരു നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ ഇവിടെ നിന്ന് നമ്മൾ UK കൊണ്ടുപോയി എക്സാം എഴുതിച്ചു. അപ്പോൾ നമ്മൾ ട്രെയിനിങ് എടുത്ത് അവർക്ക് രജിസ്ട്രേഷൻ എടുത്ത് കൊടുക്കും. അതിൽ ഇതൊരു നല്ല ഓപ്ഷനാണെന്ന് ചോദിച്ചാൽ ഞാൻ 100% നല്ല ഓപ്ഷൻ എന്ന് പറയില്ല. കാരണം ജോലിക്കല്ല കുട്ടികൾ വരുന്നത്, രജിസ്ട്രേഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ UK ജോലിയുണ്ട്. അങ്ങനെയല്ല, UK ഇപ്പോൾ ജോലി കിട്ടാൻ പണ്ടത്തെ പോലെ അത്ര ഈസി ഒന്നുമല്ല. ടാലൻറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കും
അവർക്ക് പോലും ഇന്ന് സ്ട്രഗ്ലിംഗ് ആണ് ഒരു ജോലി കിട്ടാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ CBT പാസ്സായി രജിസ്ട്രേഷൻ ഇല്ലാതിരിക്കുന്ന കുട്ടികൾക്ക് വീണ്ടും പോസിബിലിറ്റി കുറയും. ഒരു രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി പോസിബിലിറ്റി കൂടും, ചാൻസസ് കൂടും. അങ്ങനെ ഒരുപാട് പേർക്ക് ജോലി മേടിച്ച് കൊടുക്കാൻ പറ്റി. ഇപ്പോഴും ട്രൈ ചെയ്യുന്ന കുറേയധികം ആൾക്കാർ. ഹോപ്പ്ഫുള്ളി നമുക്ക് അങ്ങനെ ഒരു ചേഞ്ച് കാരണം കുറേ ആൾക്കാർക്ക് ജോലി കിട്ടിയതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ UK എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു കാര്യം, അങ്ങോട്ട് പോകണ്ട, അവിടെ ഒന്നുമില്ല, അവിടെ ജോലി കിട്ടത്തില്ല, സാഹചര്യങ്ങൾ ഭയങ്കര മോശമാണ്, പോയിട്ടുള്ളവർ കരഞ്ഞ് വീഡിയോസ് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിൽ കാണുന്നു. ബേസിക്കലി ഭയങ്കര ചീത്ത പേരാണ് UKക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ആസ് എ മെഡിക്കൽ പ്രൊഫഷണൽ, അങ്ങനെ നമ്മൾ UKയിലേക്ക് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ UK പ്രശ്നമാണോ? അവിടെ ചെന്നാൽ ജോലി കിട്ടുമോ? നേഴ്സുമാർക്ക്, ഈ പ്രൊഫഷനിലുള്ളവർക്ക് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓരോരുത്തരുടെ പെർസെപ്ഷനാണ് കേട്ടോ അത്. കാരണം പല സാഹചര്യങ്ങളിലുള്ളവരാണ് UK വരുന്നത്. ഇപ്പോൾ ഒരു നഴ്സിംഗ് പ്രൊഫഷനെ സംബന്ധിച്ചിടത്തോളം ബാക്കി ഏത് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോഴും ഒരു പടി UK മുന്നിലാണ്. ഞാനൊക്കെ പോയ സമയം മുതൽ ₹1 പോലും മേടിക്കാതെ നമ്മളൊക്കെ ബിലോ ആവറേജ് കാറ്റ്. എൻ്റെ വീട്ടിലൊക്കെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ പട്ടിണി കിടന്ന് വന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എന്നെപ്പോലൊരു കുട്ടിയെ സംബന്ധിച്ച് UK എന്നൊരു കൺട്രി സ്വപ്നം പോലും കാണാൻ പറ്റാത്തടത്ത് ₹1 പോലും മുടക്കാതെ ഞാൻ പോയ ആളാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വേറൊരു കൺട്രിയും തന്നിട്ടില്ല ഇതുവരെ. കാനഡയിൽ പോണേലും ഓസ്ട്രേലിയയിൽ പോണേലും ന്യൂസിലൻഡിൽ പോണേലും എല്ലാം ഒരു മിനിമം എക്സ്പെൻസ് ആവുന്നുണ്ട്. ആ ഒരു എക്സ്പെൻസ് UK ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് തരുന്നൊരു ജീവിത സാഹചര്യം എന്ന് പറയുമ്പോൾ ജോലിയുള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സേവ് ചെയ്യാനും അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റിൽ ആവാനും പറ്റുന്ന ഒരു കൺട്രിയാണ് UK. ഒരു ഫാമിലി പ്ലസ് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്കൊക്കെ 3 ലോങ് ഡേയ്സ് ആണ് ഒരു വീക്കിൽ ചെയ്യേണ്ടത്. 3 ദിവസത്തെ ജോലി ഉണ്ടെങ്കിൽ 4 ദിവസം ഓഫാണ്. കുട്ടികളുള്ള ദിവസം ഹസ്ബൻഡിനും വൈഫിനും മാറി മാറി ജോലിക്ക് പോവാം. എക്സ്പെൻസ് ഇല്ല എന്ന് ഞാൻ അപ്പോഴും പറയില്ല, എക്സ്പെൻസീവാണ്. പക്ഷേ എല്ലാ കൺട്രീസും എക്സ്പെൻസീവാണ്. എൻ്റെ സിസ്റ്റർ ഇപ്പോൾ ജർമ്മനിയിൽ പോയി, ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അവളെ കഴിഞ്ഞ് ഒരു പൊടിക്ക് എക്സ്പെൻസ് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. അപ്പോൾ എക്സ്പെൻസ് ഏത് യൂറോപ്യൻ കൺട്രീസിൽ പോയാലും അതിൻ്റേതായ ആ കൺട്രിയുടെ എക്സ്പെൻസ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ദെയർ എന്ന് കരുതി സെറ്റിൽ ആവാൻ പറ്റത്തില്ലാത്ത ഒരു കാര്യമില്ല. ഐ പ്രിഫർ UK. ഞാൻ 5 വർഷമായിട്ട് രജിസ്ട്രേഷൻ ഓസ്ട്രേലിയ ഹെൽഡ് ചെയ്യുന്ന ആളാണ്. 5 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ പോകണം എന്ന് ഓർത്തിരിക്കുന്ന ആളുമാണ്. പക്ഷേ എനിക്ക് ഓരോരോ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരൂടെ ബെറ്റർ UK ആണ്. അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നാൽ ജോലി കിട്ടുമോ മെഡിക്കൽ പ്രൊഫഷണൽസിന്? കാരണം നമ്മളിൽ ഒത്തിരി പേര് ഇപ്പം നഴ്സിംഗ് ചെയ്യണുണ്ട്, ഒത്തിരി പേര് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ജോലി സാധ്യതകളുണ്ടോ? അത് ജോലി സാധ്യതകൾ എന്ന് വെച്ചാൽ കൺട്രി ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് അധികം ആൾക്കാരെ എടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പോൾ UK ഗവൺമെൻറ്. അവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അകത്തുള്ളവരെ പ്രൊമോട്ട് ചെയ്യാനാണ് ഒരു മാക്സിമം നോക്കുന്നത്, ഇൻ കൺട്രിയിലുള്ളവരെ. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ റീസെൻ്റ്ലി വന്ന സീനിയർ കെയറർ വീസാസൊക്കെ ഒരുപാട് എക്സ്പ്ലോയിറ്റഡ് ആയിട്ടുണ്ട്. ഇൻ ദ സെൻസ് 25-30 ലക്ഷങ്ങളൊക്കെ മുടക്കിയ ആൾക്കാർ അവിടെ വന്ന് ഇപ്പോൾ എൻ്റെ ബാച്ചിലിരിക്കുന്ന ഞങ്ങൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. കാരണം ₹1 പോലും അവരുടെ കയ്യിലെടുക്കാനില്ല. ഭക്ഷണത്തിന് വേണ്ടി പോലും അവർ സേവ് ചെയ്ത് പിടിച്ച് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞാൻ നഴ്സുമാർ ജോലി കിട്ടി പോകുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞപ്പോൾ ജോലി കിട്ടാതെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്ന ആൾക്കാർ 5-6 മാസമായിട്ട് പാർട്ട് ടൈം ജോലി കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാൻ വളരെ റീസെൻ്റായിട്ടൊരു ഇൻ്റർവ്യൂ കൊണ്ട് ഓരോരുത്തരും അവരുടെ അവസ്ഥകളാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും ആ കാറ്റഗറിയിലാണെന്ന് വിചാരിക്കരുത്. വെൽ സെറ്റിൽഡ് ആയിട്ട് പ്ലേസ്മെൻറ്റ് കിട്ടി ജോലിക്ക് കയറിയ കുട്ടികളും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരാൾ മോശമാണെന്ന് പറഞ്ഞു കരുതി എല്ലാവരെയും അങ്ങനെ അടച്ച് എൻ്റെ UK പോകുന്നത് മൊത്തം അബദ്ധമാണെന്ന് ആക്ഷേപിക്കാൻ പറ്റത്തില്ല. എന്നിരുന്നാലും ഇപ്പം മെഡിക്കൽ പ്രൊഫഷണൽ കമ്പാരിറ്റീവ്ലി UK മാർക്കറ്റ് ഡൗൺ ആണ്. എന്ന് വെച്ചാൽ UK ജോലി സാധ്യതകൾ കുറവാണോ എന്ന് ചോദിച്ചാൽ കുറവാണ്. പക്ഷേ അതിൻ്റെ മീനിങ് ഇല്ല എന്നല്ല. കുറവെന്ന് വെച്ചാൽ റിക്രൂട്ട്മെൻറ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു ടൈമിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു ബൾക്ക് ആൾക്കാരെ അങ്ങ് എടുക്കും. ഇപ്പോൾ 2018 സ്റ്റുഡൻറ്റ് വിസ, IELTS ഇല്ല, OET ഇല്ലാതെ എല്ലാ ആൾക്കാരെയും സീനിയർ കെയർ വിസയിൽ പോയി. കുറേ ആൾക്കാർക്ക് IELTS ഇല്ലാണ്ട് സ്റ്റുഡൻറ്റ് വിസയിൽ കയറി. നഴ്സുമാർക്ക് ഫ്രീ റിക്രൂട്ട്മെൻറ്റ് വെച്ചു. ഇതുപോലെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് കൺട്രീസിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നമ്പർ അവരുടെ കൺട്രിയിൽ എത്തിയപ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് അതിനൊരു നമ്പറിൽ ഒരു കുറച്ച് കുറവുണ്ടാവും എന്ന് കരുതി നാളെ റിക്രൂട്ട്മെൻറ്റ് ഓപ്പൺ ആവില്ല എന്നൊരു മീനിങ്ങും ഇല്ല. അതിൻ്റെ കൂടെ തന്നെ കേൾക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഇന്ത്യ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ബഹുമാനം കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഈ മെഡിക്കൽ പ്രൊഫഷണൽസ് ആവുമ്പോൾ പ്രത്യേകിച്ച് നേഴ്സുമാരായി കഴിയുമ്പോൾ ഇന്ത്യയിലെ പോലെ അല്ല അവർ വിദേശ രാജ്യങ്ങളിൽ ട്രീറ്റ് ചെയ്യുന്നത്. അവിടെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ? സത്യമാണ്.
കാരണം ഇന്ത്യയിലെ ഒരു നേഴ്സിന് കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റ് അല്ല UK കിട്ടുന്നത്. അത് കുറച്ചുകൂടി എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കുറച്ചുകൂടി ഞാൻ റെസ്പെക്റ്റ്ഫുൾ ആണ് UK. നാട്ടിലിപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പം നഴ്സിംഗ് ആണല്ലേ ഒരു മനോഭാവം ഉണ്ടല്ലോ, അതല്ല UK അവിടെ എല്ലാവർക്കും ഈക്വലി ട്രീറ്റഡ് ആണ്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ വർക്ക് ചെയ്യും, ഒരു നേഴ്സിൻ്റെ വർക്ക് ചെയ്യും. മ്യൂച്വൽ റെസ്പെക്റ്റ് എപ്പോഴും അവിടെ കൊടുത്തേ സംസാരിക്കത്തുള്ളൂ. ഒരാൾ മുഖത്ത് നോക്കി നീ എന്താ അത് ചെയ്യാഞ്ഞത് അങ്ങനെ ചോദിക്കുന്നതിന് പകരം അത് ചെയ്തായിരുന്നു എന്നാണ് അവർ ചോദിക്കുക. പക്ഷെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അവിടെ ജോലി കിട്ടും നമ്മൾ പറഞ്ഞു, ഇനി സേവ് ചെയ്യാൻ പറ്റുമോ? കാരണം അവിടെ ഉള്ള ഒത്തിരി പേരും പറയുന്നത് അവിടെ പോയി അവിടെ നിന്ന് ജോലി എടുത്തു, ആ പൈസ മുഴുവൻ അവിടെ തീരുമെന്ന് മാത്രമല്ല, ഇനി എങ്ങാനും ഇച്ചിരി സേവ് ചെയ്താൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മളൊരു ഫിനാൻഷ്യൽ ഇയർ എൻ്റെ എടുക്കുമ്പോൾ നിൽ എന്നുള്ള അവസ്ഥയിലാണ് പോകുന്നത്. നഴ്സുമാർക്ക് അങ്ങനെയാണോ? അങ്ങനെയല്ല കേട്ടോ, അങ്ങനെയാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ എത്ര പണ്ടേ പോയ നഴ്സുമാരൊക്കെ തിരിച്ച് വന്ന് ബാക്കി കൺട്രീസിൽ ജോലിക്ക് പോയേനെ. ഇപ്പോൾ ഒരു ശരാശരി നഴ്സിന് എങ്ങനെ പോയാലും ഒരു 1.5 ലക്ഷം to 2 ലക്ഷം രൂപ ഇന്ത്യൻ മണി വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു ബേസ് പേ അവർക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. ഇപ്പം ഫാമിലി ഒന്നുമില്ല, സിംഗിൾ ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഷെയർഡ് അക്കോമഡേഷൻ എടുത്താൽ പോലും ഒരു ഹാഫ് എമൗണ്ട് അവർക്ക് എക്സ്പെൻസിനും ഒരു ഹാഫ് എമൗണ്ട് സേവിങ് ആയിട്ട് വെക്കാൻ പറ്റും. ഇതേസമയം ഫാമിലി ആയിട്ട് ജീവിക്കുമ്പോൾ കുറച്ചും കൂടി എക്സ്പെൻസ് കൂടും. അപ്പോൾ രണ്ടുപേർക്കും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളുടെ സേവ് ചെയ്യാനും മറ്റൊരാളുടേത് എക്സ്പെൻസിനായിട്ടും യൂഷ്വലി മാറ്റി വെക്കാനുള്ള ഒരു ഫെസിലിറ്റി എന്നും ആ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് UK കിട്ടിയ ഞാൻ അത്രയും സേവ് ചെയ്തിട്ടുള്ള ആളായതുകൊണ്ടാണ് സേവിങ്സിന് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല വലിയൊരു പ്രശ്നമുണ്ടെന്ന്. ബട്ട് എക്സ്പെൻസീവാണ്. അത് UK ഓരോ ഏരിയനെ ബേസ് ചെയ്തിരിക്കും. ഞാൻ പ്രോപ്പർ ലണ്ടൻ സോണിന് തൊട്ട് പുറത്ത് താമസിക്കുന്ന ആളാണ്. എനിക്ക് എൻ്റെ വീടിന് മിനിമം 2.5 ലക്ഷം രൂപ പേ ചെയ്യുന്നുണ്ട്. എന്നാൽ കുറച്ച് അങ്ങോട്ടേക്ക് പോകുമ്പം 1 ലക്ഷം രൂപയ്ക്കും അതുപോലെ തന്നെ 1.5 ലക്ഷം രൂപയ്ക്കും വീട് മേടിക്കുന്ന ആൾക്കാർ, റെൻറ്റ് കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഓരോ ഏരിയനെ വെച്ച് എക്സ്പെൻസ് മാറും. പക്ഷേ ഏറ്റവും വേഴ്സ്റ്റ് ലെവലിൽ ചിന്തിച്ചാൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ കൂടി സേവ് ചെയ്യാൻ പറ്റാഴികയൊന്നുമില്ല, സേവ് ചെയ്യാൻ പറ്റും. കുറേയൊക്കെ ഓരോരുത്തർ അവരവരുടെ വിഷമങ്ങൾ പറഞ്ഞു വരുമ്പോൾ അത് പോകുന്ന വേയും ഉണ്ട്. ഇപ്പം ചില ആൾക്കാർ ലോണൊക്കെ എടുത്ത് ഒരുപാട് ബാക്കിൽ ഇഷ്യൂസ് ആയിട്ട് പോകുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഇത് നാട്ടിലത്തെ കടങ്ങളുള്ളവരുണ്ട്, UK എക്സ്പെൻസ് ഉള്ളവരുണ്ട്. അപ്പം ഓരോരുത്തരുടെയും പെർസെപ്ഷനും അവരുടെ സിറ്റുവേഷനും മാറും. അങ്ങനെ വരുമ്പോൾ ഓഫ് കോഴ്സ് ബ്ലെയിം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ എല്ലാവരും ബ്ലെയിം ചെയ്യുമല്ലോ. പിന്നെ ഫോർച്യൂ വെസ്റ്റിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യമാണ് 100% വിന്നിങ് പെർസെൻറ്റേജ്. അതെന്താണ് ഈ 100% വിന്നിങ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ? നമുക്ക് ഓസ്കി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വർഷത്തിന് മുകളിലായി. ഇതുവരെ ഒരാളും ഫെയിലായിട്ടില്ല. അത് ബൈ ഗോഡ്സ് ഗ്രേസ്. അപ്പം ഞാൻ പഠിപ്പിച്ചത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ എൻ്റെ ഫേമിൽ വരുന്ന അങ്ങനെ ഒന്നും അല്ല കേട്ടോ പറഞ്ഞത്. നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ടിൽ ഒരു കുട്ടിയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്ത് പോകൂ എന്ന് ഞങ്ങൾ കൊടുക്കുന്നൊരു ഉറപ്പുണ്ട്. ആ ഒരു ഉറപ്പിൻ്റെ ബേസിലാണ് ഞങ്ങൾ ഓരോ കൊച്ചിനും, ഇപ്പം ഒരാൾ ചോദിക്കുവാണ് എവിടെ പോകണമെന്ന് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ചോയ്സ് ഇപ്പോൾ ഫോർച്യൂ വെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ റീസൺ നമ്മൾ കൊടുക്കുന്ന ഉറപ്പാണ്, നമുക്ക് ഫെയിലിയേഴ്സ് ഇല്ല എന്നുള്ള ഒരു ഉറപ്പ്. അത് നമുക്ക് 60 വയസ്സിന് മുകളിലുള്ളവരും പഠിച്ചിട്ടുണ്ട്, 25 വയസ്സിൽ താഴെയുള്ളവരും പഠിച്ചിട്ടുണ്ട്. അവർ ആരും ഫെയിലായിട്ടില്ല. എൻ്റെ അമ്മമാരെയും ഒരുപക്ഷെ എൻ്റെ മുത്തശ്ശിമാരുടെ അത്രയും പ്രായമുള്ള ആൾക്കാരെന്ന് വേണേൽ പറയാം. ഏജ് ലിമിറ്റ് ഇല്ല ഓസ്കി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പഠിപ്പിച്ച ആൾക്കാരൊക്കെയും തന്നെയും ഒരുപാട് പ്രായമുള്ളവരാണ്. അപ്പോൾ അതൊരു വേറെ ഫീലാണ്. അവരെ പാസ്സാക്കിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഇസ് റിയലി നൈസ്. സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുമോ? എപ്പോഴും എക്സാമിന് ആളുകൾ വരുമ്പോൾ, ബിക്കോസ് ഈ 100% എന്ന് പറയുമ്പോൾ അതൊരു ബാധ്യതയും കൂടിയല്ലേ, ലൈക്ക് ഒരാൾ പോലും തോക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു സമയം എത്രയാണ്? അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ട്രെയിനേഴ്സിൻ്റെ എല്ലാം പ്രത്യേകത, ഒരാളും ടൈം ബൗണ്ടഡ് ആയിട്ട് വർക്ക് ചെയ്യത്തില്ല, ഒരാളും മണി ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിട്ടില്ല. ഇപ്പം എനിക്കൊരു 12 മണിക്ക് ഒരു കോച്ചിൻ, ചിലരൊക്കെ വളരെ ഈ എക്സാമിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇച്ചിരി പഠിക്കാനുണ്ട്, ഇച്ചിരി ടെൻഷൻ കൊടുക്കുന്ന എക്സാമാണ്. 12 മണിക്ക് 1 മണിക്കും ഒക്കെ ചില സമയത്ത് കോള് വരും. 1 മണിയാകുമ്പം അവർ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റിലായിരിക്കും ഇരിക്കുക, ചിലപ്പോൾ പേടിച്ചിട്ടൊക്കെ വിളിക്കും. എക്സാമിൻ്റെ തലേ ദിവസമൊക്കെ പിള്ളേർ പേടിച്ച് വിളിക്കും, എനിക്ക് പേടിയാവുന്നു, എക്സാം ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പം നമുക്ക് അങ്ങനെ ഒരു ടൈം ബൗണ്ടഡ് ആയിട്ടിരുന്ന് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോൾ വിളിച്ചാലും അവൈലബിൾ ആയിരിക്കും. അത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും അങ്ങനെയാണ്. കാരണം ഈ എക്സാമിൻ്റെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമെന്നുള്ളത് കൊണ്ട് കൂടെ ഇരുന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉറങ്ങുമോ എന്നുള്ള ക്വസ്റ്റ്യന് നല്ലൊരു ആൻസറാണ്, ഉറക്കം കുറവാണ്. അപ്പോൾ ഈ നിങ്ങളെപ്പോഴും അവൈലബിൾ ആണ്. പക്ഷെ നമ്മളിപ്പോൾ ഓസ്കി
ട്രെയിൻ ചെയ്യാൻ വരുന്ന ഒരാൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ദൈർഘ്യം എത്ര നാളാണ്? എത്ര നാളുകൊണ്ട് ഇത് പഠിക്കാൻ പറ്റും? എത്ര നാളുകൊണ്ട് ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ പറ്റും? എത്ര ചാൻസ് എടുക്കാൻ പറ്റും? നന്നായി പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് പഠിച്ച് കഴിഞ്ഞ് എക്സാം എഴുതി ക്ലിയർ ആയവരുണ്ട്. 1.5 വർഷമായിട്ട് ഞങ്ങളുടെ ക്ലാസ്സിലിരുന്ന് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. നമ്മുടെ ക്ലാസ്സസ് അൺലിമിറ്റഡ് ആണ്. വൺസ് എൻറോൾ ചെയ്താൽ അവരെന്നാണോ പ്രിപ്പയർ ആവുന്നത് അന്ന് വരെ ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. അതുകൊണ്ടാണ് മുമ്പേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ 100% റിസൾട്ട് എന്താണെന്ന് ചോദിച്ചില്ലേ. നമ്മൾ ഒരാളെയും വെറുതെ പോയി എക്സാം എഴുതിക്കില്ല. അവർ പ്രിപ്പയർ ആവുന്ന സമയം വരെ അവരടച്ച പേയ്മെൻറ്റിൽ തന്നെ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അപ്പം ഇത് കേട്ട് കഴിയുമ്പോൾ ഇത്രയും നാൾ നമ്മൾ ട്രെയിൻ ചെയ്യണമെങ്കിൽ ചിലവ് വളരെ കൂടുതലല്ലേ എന്നൊരു സംശയം വരാം. അപ്പോൾ എത്രത്തോളമൊക്കെ എക്സ്പെൻസീവ് ആണ് ഈ ഒരു കോഴ്സ്? OSCE പഠിക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതിൻ്റെ എക്സാമിൻ്റെ തന്നെ ഓൾമോസ്റ്റ് ഒരു നാട്ടിലത്തെ എമൗണ്ട് ഒരു 80,000 to 90,000 ഇന്ത്യൻ മണി ആവുന്നുണ്ട്. അതിൻ്റെ ട്രെയിനിങ്ങിനും അപ്രോക്സിമേറ്റ്ലി ഒരു 800 to 900 പൗണ്ട് കോസ്റ്റ് ആവും. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഞങ്ങളുടെ ട്രെയിനിങ് ഫീ 700 പൗണ്ടായിരുന്നു. ഇന്നും ഞങ്ങൾ വെച്ചിരിക്കുന്നത് 700 പൗണ്ടാണ്. ഓൺലൈനായിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ഒരു ശരാശരിയുള്ള ട്രെയിനിങ് ചാർജ് എന്ന് പറയുന്നത് 25,000 to 30,000 ആണ്. പക്ഷേ ഓൺലൈൻ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം അത് പ്രാക്ടിക്കൽ എക്സാം ആണ്. ഓൺലൈൻ നമ്മൾ കൊടുത്തിട്ട് ഫേസ് ടു ഫേസ് നമുക്ക് ഓഫ്ലൈൻ ഇവിടെ നമ്മുടെ അടുത്ത് വന്ന് ഇവർ പഠിച്ചെങ്കിൽ മാത്രമേ എക്സാം ശരിക്കും ആ ലെവലിൽ നമുക്ക് അറ്റൻഡ് ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ, പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട്. ഞങ്ങളുടെ ഓൺലൈൻ്റെ ട്രെയിനിങ് ഫീസ് ഞങ്ങൾ കഴിഞ്ഞൊരു 3 വർഷത്തോളമായിട്ട് 70 പൗണ്ടിനാണ് അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം UK എല്ലാവർക്കും പ്രശ്നം ഫൈനാൻസ് ആണ്. നമ്മുടെ എല്ലാ പേയ്മെൻറ്റുകളും ഇൻസ്റ്റാൾമെൻറ്റിലാണ് നമ്മൾ മേടിക്കുന്നത്. അവർ പറ്റുന്ന പോലെ അവർ കൊടുക്കുക. ഒരാളോടും നിങ്ങൾ 700 പൗണ്ട് ആദ്യം തരണമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ദിസ് കോഴ്സ് ഇറ്റ്സെൽഫ് ഈസ് വെരി എക്സ്പെൻസീവ്. അതുകൊണ്ട് ഞങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിൽ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആയിരിക്കുന്ന അവസ്ഥയിൽ അവർക്ക് പറ്റുന്നത് പോലെ പൈസ അടയ്ക്കുക. പക്ഷേ ചാർജ് OSCE പഠിച്ച് തീരാൻ ഒരു 700 പൗണ്ടോളമാണ് നമ്മുടെ ട്രെയിനിങ് പേയ്മെൻറ്റ്. പുറത്തൊക്കെ എനിക്ക് തോന്നുന്നു അപ് ടു 900 അല്ലെങ്കിൽ ഒരു 1000 പൗണ്ട് റേഞ്ച്, 1,00,000 രൂപ വരെ വരുന്ന ഒരു ട്രെയിനിങ് ആണിത്. അപ്പോൾ ഇത് എത്ര തവണ ഈ എക്സാമിന് നമുക്ക് അപ്പിയർ ചെയ്യാം? OSCE അത് എത്ര തവണ അപ്പിയർ ചെയ്യാം? ഒരു കാൻഡിഡേറ്റിന് 3 വട്ടം വരെ ചാൻസ് ഉണ്ട്. അത്രേ ഉള്ളൂ? മൂന്നാമത്തെ വട്ടവും ഈ കാൻഡിഡേറ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ മൊത്തം പ്രൊസീജിയർ റീസ്റ്റാർട്ട് ചെയ്യണം. അത് 6 മാസം ഗ്യാപ്പ് വെച്ചിട്ട് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യണം. അതായത് ആദ്യത്തെ OET തൊട്ടുള്ള എല്ലാ OET 2 ഇയർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ NMC രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. അപ്പം നമ്മൾ NMCക്ക് വേണ്ടിയാണ് എക്സാം എഴുതാൻ വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഇട്ട് എക്സാം എഴുതുന്നത്. അപ്പം നമ്മളൊരു 3 പ്രാവശ്യം ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ NMCമാരോട് പറയണം, ഓക്കെ യു മൈറ്റ് നീഡ് മോർ പ്രാക്ടീസ്, നിങ്ങളൊരു 6 മന്ത് ഗ്യാപ്പ് വെക്ക്, ഒന്നും കൂടെ പ്രോസസ്സിങ് റീഇനിഷ്യേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ എൻറ്റയർ പ്രൊസീജിയർ റീഇനിഷ്യേറ്റ് ചെയ്യണം. പക്ഷേ നിങ്ങളുടെ OET നമ്മൾ പഠിച്ചത് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ ആ OET തന്നെ നമുക്ക് അടുത്ത പ്രോസസ്സിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. അങ്ങനെ. അതാണ് ധൈര്യമായി കഴിയുന്ന സമയത്ത് നമ്മളിത് ചെയ്യുന്നുള്ളൂ, അവർ എക്സാമിന് അപ്പിയർ ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ ഫോർച്യൂ വെസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുതായിട്ട് തുടങ്ങി, പറഞ്ഞ പോലെ 4 പേരെ വെച്ച് തുടങ്ങി, ഇപ്പോൾ ഒരുപാടായി വളർന്നൊരു സ്ഥാപനമാണ്. ഇപ്പം നിങ്ങൾ OET ട്രെയിനിങ്, IELTS ട്രെയിനിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഒരു 2030 അങ്ങനെ ജസ്റ്റിനെ നോക്കുകയാണെങ്കിൽ എവിടെയാണ് ഫോർച്യൂ വെസ്റ്റിനെ കാണുന്നത്? എന്താണ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻസ് ഒക്കെ? ഇതൊരു വലിയ റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എനിക്കങ്ങനെ വലിയ എക്സ്പാൻഷൻ പ്ലാൻ ഒന്നുമില്ല. പക്ഷേ എന്നാലും മനസ്സിലുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഫോർച്യൂസ് എന്ന് കേൾക്കുമ്പോൾ എനിക്കൊരു വോയിസ് ഫോർ നഴ്സസ് ആവണം എന്നൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുള്ളവരും ഒരുപാട് സ്ട്രഗിൾസ് അനുഭവിക്കുന്നവരും അവരുടെ പ്രോബ്ലംസ് പറയാൻ ആൾക്കാരില്ലാത്തതിൻ്റേതായ ഒരു ഇഷ്യൂസ് ഞാൻ ഡെയിലി കേൾക്കുന്ന സ്റ്റോറീസ് വെച്ചപ്പോഴാണ് അറിയാതെ ഞാൻ കുറച്ച് പേർക്ക് എനിക്ക് വോയിസ് ആവാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു മിഷൻ എന്ന് പറഞ്ഞത് 2030 ആകുമ്പോഴേക്കും ഒരു സ്ട്രോങ് അസോസിയേഷൻ ടു ഫൈറ്റ് ഫോർ നഴ്സസ്, അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരധികം എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു നല്ല മിഷന് ഭാഗമാകാൻ ഞങ്ങൾ ഓൾറെഡി ഒരു യുണൈറ്റഡ് കെയർ നഴ്സസ് അസോസിയേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു മിഷന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സോ ഹോപ്പ്ഫുള്ളി സംതിങ് ഗുഡ് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അതാണ് ശരിക്കും അങ്ങനെ ഒരു മിഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതുകൂടാതെ എനിക്കിപ്പം ഫോർച്യൂ വെസ്റ്റ് മാത്രം ചോദിക്കുവാണെങ്കിൽ ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിഡ്ജിങ് ആണ്. എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് ആയിട്ട് ഉള്ള നഴ്സസിന് ഏതെങ്കിലും കൺട്രി വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ എല്ലാ സപ്പോർട്ടും. ഇപ്പോൾ എനിക്ക് പോകേണ്ടത് ഓസ്ട്രേലിയയാണ്, എനിക്ക് പോകേണ്ടത് UK നിന്നാണ്. ഓക്കെ, UK ഒരാൾക്ക് എങ്ങനെ ഓസ്ട്രേലിയയിലേക്ക് പോവാം? അതിനാവശ്യമായ രജിസ്ട്രേഷൻസ് നാട്ടിലുള്ള ഒരാൾക്ക് കേരളത്തിൽ നിന്നും എനിക്ക് വർക്ക് ചെയ്യേണ്ടത് ന്യൂസിലൻഡിലാണ്. ന്യൂസിലൻഡ് രജിസ്ട്രേഷൻസ് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് വേണം? ഇങ്ങനെ ഓരോ കൺട്രീസ് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ നഴ്സസിനെ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു പാത്വേ ഞങ്ങൾ ഓൾമോസ്റ്റ് രൂപീകരിച്ച് കഴിഞ്ഞു. അതിനെ ഒന്ന് ഫുൾ ഫ്ലെഡ്ജിലാക്കി ഒരു എല്ലാ കൺട്രീസിലേക്കും എക്സ്പാൻഡ് ചെയ്യണം എന്നൊരാഗ്രഹം കൂടിയുണ്ട്. അതാണ് 2030. പിന്നെ ഈ നേഴ്സുമാരെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്
സ്ത്രീകളെയാണ് അല്ലേ. മാലാഖമാരെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുക. പക്ഷേ ഒരുപാട് പുരുഷന്മാരിപ്പം ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പം നമ്മൾ വിദേശത്തേക്കൊക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ ഈ മെയിൽ ഫീമെയിൽ റേഷ്യോ എത്തരത്തിലാണ്? പുറത്ത് നോക്കുമ്പം ഇപ്പോഴും സ്റ്റിൽ ദർ ആർ സോ മെനി മെയിൽ നഴ്സസ് വർക്കിംഗ് ഇൻ യുകെയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ പോലും ഐ വുഡ് സേ ഒരു 50-50 ആയിരുന്നു. അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ 4 ചേട്ടന്മാരുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. ഞങ്ങൾ 2 ഫീമെയിൽ നഴ്സസേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് പോസിബിലിറ്റീസ് ആർ മോർ ആസ് വെൽ. കാരണം മെൻ്റൽ ഹെൽത്ത് ഹോസ്പിറ്റൽസിലോട്ടും അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കെയറിലും ഒക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മെയിൽ നഴ്സസിനും ഉണ്ട്, അവൈലബിൾ ആണ്. റേഷ്യോ വെച്ച് നോക്കുമ്പോൾ ഒരാളുടെ പാഷനാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ നഴ്സിംഗ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു ഫീമെയിൽസിനെ മാത്രം എന്നുള്ള കാറ്റഗറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഒരു നഴ്സിംഗ് കോളേജ് എടുത്തെങ്കിൽ പോലും ഒരു 30 പേര് 20 പേര് 30 പേര് എങ്ങനെ പോയാലും ബോയ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും. ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആർ മോർ ആസ് വെൽ ഫോർ മെയിൽ നഴ്സസ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള നഴ്സുമാർ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്രിഡ്ജിങ് കോഴ്സിന് വേണ്ടിയിട്ട് വന്നിട്ട് അവരങ്ങനെ പരീക്ഷ എഴുതുന്നുണ്ട്. പക്ഷേ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവരിപ്പോൾ സ്റ്റുഡൻസ് ആയിട്ടില്ലേ? അപ്പോൾ ഇവിടെ നഴ്സിംഗ് പഠിച്ചിട്ട് വരുന്നവരും മറ്റ് രാജ്യങ്ങളിൽ നഴ്സിംഗ് കഴിഞ്ഞ് വരുന്നവരും തമ്മിൽ സ്കില്ലിന് വ്യത്യാസമുണ്ടോ? സ്കില്ലിന് വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ പറയും. നമ്മുടെ നാട്ടിലെ കുട്ടികളുണ്ടല്ലോ, അവർ നല്ല സ്കിൽഡാണ്. നമ്മുടെ ആ ബ്രെക്സിറ്റിൻ്റെ സമയത്തും കോവിഡിൻ്റെ സമയത്തും ഒക്കെ എല്ലാവരും കേരള നഴ്സസിനെ ഒരുപാട് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. സ്കില്ല് മാത്രമല്ല, ഹാർഡ് വർക്കിംഗ്. നമ്മുടെ നഴ്സസ് ഏത് രാജ്യത്ത് പോയാലും അവർ വർക്ക് ചെയ്തതിനോളം വരില്ല ഞാൻ നോക്കിയിട്ട് വേറെ ഒരിടത്തു നിന്നും വരുന്നവർ. നമ്മൾ നോക്കുന്നത് നമ്മുടെ ഒരു കൈൻഡ്നെസ്, നമ്മളൊരു കാര്യത്തിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി, അതൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ നമുക്ക് തന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്കില്ല് റിയലി മാറ്റേഴ്സാണ്. ആൻഡ് ഐ തിങ്ക് വി ആർ മോർ സ്കിൽഡ് ഇനഫ് വെൻ കമ്പയർഡ് ടു അതർ ഇൻ്റർനാഷണൽ നഴ്സസ്. അപ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഞങ്ങൾ കേൾക്കാറുള്ളൊരു കാര്യം, ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ മെഡിക്കൽ സിസ്റ്റം ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയാറുണ്ട്. അതായത് നമുക്കിവിടെ പോകുന്ന പോലെ തന്നെ, ഇപ്പം ഞാൻ കുറേ നാൾ വിദേശത്തുണ്ടായിരുന്നു, നമുക്ക് തോന്നിയ പോലെ ആക്സിഡൻറ്റ് എമർജൻസിയിലോട്ട് കയറി ചെല്ലാൻ പറ്റത്തില്ല. നമ്മളിവിടെ കാണുന്ന പോലെ സ്പെഷ്യലിസ്റ്റിനെ ഇന്നിപ്പോൾ നമുക്ക് വേണമെങ്കിൽ 4 ആശുപത്രികളിലെ സ്പെഷ്യലിസ്റ്റിനെ ഇവിടെ ഓടിച്ചെന്ന് കാണാം. വിദേശ രാജ്യങ്ങളിൽ ഇതൊന്നും പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും UK പോലെയുള്ള രാജ്യങ്ങളുടെ പ്രശ്നമായി പറയുന്നത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നു കഴിയുമ്പോൾ മെഡിക്കൽ ഫീൽഡ് ഭയങ്കരമായിട്ട് പുറകോട്ടാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരം മേഖലകളിൽ ഈ നഴ്സുമാരുടെ ഇമ്പോർട്ടൻസ് കൂടുന്നുണ്ടോ? എന്താണ് സത്യത്തിലുള്ള അവസ്ഥ? ആക്ച്വലി ഇതേ പ്രശ്നം ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഞാനൊരു വെക്കേഷന് നാട്ടിൽ വന്ന് ആദ്യം ചെയ്യുന്നത് ഫുൾ ബോഡി ചെക്കപ്പാണ്. പിന്നെ പല്ലിനെ സെറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമ്മൾ നാട്ടിൽ നിന്ന് തീർക്കുന്നതിൻ്റെ റീസൺ അവൈലബിലിറ്റി ഇവിടെ കൂടുതലാണ്. എനിക്ക് UK ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു വെയിറ്റ്. അവിടെ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത, എല്ലാവർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. ഇവിടെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. പക്ഷെ അവിടെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്യാൻ മാത്രമുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ബിക്കോസ് ദാറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. നമ്മൾ ഗവൺമെൻറ് സെക്ടറിലേക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷേ എന്ന് കരുതി അവിടെ നഴ്സസിൻ്റെ അവൈലബിലിറ്റി കൂടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ചേഞ്ച് ആവേണ്ടത് സിസ്റ്റമാണ്. ആ സിസ്റ്റം ചേഞ്ച് ആയാൽ ഐ വുഡ് സേ ദാറ്റ് അവൈലബിലിറ്റി ഫോർ നഴ്സസ് വിൽ സ്റ്റിൽ കം. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഏരിയയിൽ ഒരു NHS ഹോസ്പിറ്റലേ ഉള്ളൂ. ആ ഹോസ്പിറ്റലിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് വെയിറ്റ് ചെയ്യാനേ നമ്മുടെ ഫ്രണ്ടിൽ ഓപ്ഷൻ ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പ്രൈവറ്റ് സെക്ടറിൽ പോകണമെങ്കിൽ അത്രയും പൈസ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ചേഞ്ച് ആവേണ്ടത് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റം ചേഞ്ച് ആയാൽ ഐ വുഡ് സേ ഓപ്പർച്യൂണിറ്റീസ് മേ അറൈസ് ഇൻ ഫ്യൂച്ചർ. ഇനി നമ്മൾ പലപ്പോഴും ഒരു ബാരിയറായിട്ട് കാണുന്നൊരു കാര്യമാണ് ലാംഗ്വേജ്. ഓക്കെ, സോ ദ ആക്സെൻറ്റ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ പലർക്കും ഇപ്പോൾ കട്ടപ്പനയിൽ നിന്നാണ് ജസ്റ്റിന് വരുന്നത്, എനിക്ക് ഉറപ്പാണ് ജസ്റ്റിനൊക്കെ ഈസി ആയിട്ടുണ്ടാവില്ല. കാരണം ഞാൻ കോതമംഗലംകാരിയാണ്. നമ്മൾ കോതമംഗലത്തെ സ്കൂളുകളും കഴിഞ്ഞ് കട്ടപ്പനയിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് സ്ഥിരമായി സംസാരിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ നമ്മൾ വളർന്ന് കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും ഇംഗ്ലീഷിൽ ആ ഒരു ലാംഗ്വേജിലൊരു അതോറിറ്റി നമുക്കുണ്ടാവത്തില്ല, നമ്മുടെ ആക്സെൻറ്റ് കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഞാൻ പുറത്തോട്ടൊന്നും പോകുന്നില്ല, വിദേശത്ത് ജോലി പോകുന്നില്ല എന്ന് വെക്കുന്നവരുണ്ട്. പിന്നെ പലപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവർ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവത്തില്ല എന്ന് കരുതി ഈ ഒരു ജോലി വേണ്ടാന്ന് വെക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ്ങിൽ ഇത്തരം കാര്യങ്ങളെ ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ എന്താ ചെയ്യാറ്? ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒരുപാട് ആൾക്കാർ പേടിച്ച് പോവാതിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ എനിക്കൊന്നും ബുദ്ധിയില്ലാത്തതുകൊണ്ട് ഞാൻ ആ സമയത്ത് നേരെ കയറി പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് അവിടെ ചെല്ലുമ്പോഴും എൻ്റെ കൂടെ ആരും മലയാളികൾ ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളൊക്കെ പോയ സമയത്തൊക്കെ വളരെ വിരളിൽ ഉണ്ടാവുന്ന മലയാളികളെ ഉണ്ടായിരുന്നുള്ളൂ.
ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരാളോട് സജഷൻ, ഇപ്പോൾ 10 പേര് പോയ 7 പേരും UK മലയാളീസാണ് എന്ന് വേണേൽ പറയാം. നമുക്ക് എന്തും ചോദിക്കാം. പക്ഷെ ഞങ്ങളൊക്കെ പോയ സമയത്ത് അവിടെ നമുക്കൊരു സജഷൻ ചോദിക്കാനോ അല്ലെങ്കിൽ പറയുന്ന കാര്യം മനസ്സിലാക്കാനോ ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ആ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരു 1 ഇയറേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പിന്നെ നമ്മൾക്ക് മനസ്സിലാവുകയാണ് ഇത് പഠിക്കാതെ വേറെ ഓപ്ഷനൊന്നും ഇല്ല, നമ്മൾ പഠിച്ചേ പറ്റുമെന്ന്. ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ ഇപ്പം നമുക്ക് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോഴും നമുക്ക് ഒരാളുടെ അടുത്ത് കോൺഫിഡൻ്റ് ആയിട്ട് പോയി സംസാരിക്കാൻ പറ്റും. ഞങ്ങൾ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു കുട്ടി വന്നെങ്കിൽ തന്നെ ലാംഗ്വേജ് ട്രെയിനിങ് അതിൻ്റെ കൂടെ തന്നെ പോകും. നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഇംഗ്ലീഷിലാണ്. നമുക്കറിയാം ആ ഇംഗ്ലീഷ് ക്ലാസ് അവർക്ക് മനസ്സിലാവണില്ല എന്ന്. പക്ഷെ എന്നാലും നമ്മുടെ ഒരു 1 hour സെഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളിത് ഇംഗ്ലീഷിലേ പഠിപ്പിക്കത്തുള്ളൂ. എന്തെങ്കിലും കേട്ട് മനസ്സിലാവട്ടെ എന്ന് ഓർത്ത് ബൈ ദി എൻഡിൽ ഞങ്ങൾ അവരെ ഇരുത്തും. മലയാളി സ്റ്റുഡൻസ് ആണ്, ഞങ്ങളത് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കും. എന്നാലും ക്ലാസ്സസ് ഇംഗ്ലീഷിൽ കൊണ്ടുപോകുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാനാണ്. ഒരു ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്ത് അവർക്കൊരു സ്ലോട്ട് കിട്ടിയെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഒരു മോക്ക് ഇൻ്റർവ്യൂ ആണ്. മോക്ക് ഇൻ്റർവ്യൂ ട്രെയിനിങ് സെഷൻ കൊടുത്തിട്ട് അവർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ അതേ ആക്സെൻറ്റ് തന്നെ അവരോട് ചോദിക്കും, അവരെ കൊണ്ട് പറഞ്ഞ് പഠിപ്പിക്കും. അങ്ങനെ ട്രെയിനിങ്ങിൽ ഓക്കെ അതിന് ശേഷമാണ് നമ്മൾ ഈ കുട്ടികളെ ഒരു ഇൻ്റർവ്യൂവിന് പോലും വിടുന്നത്. അങ്ങനെ പോലും അവർക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ വരിക അല്ലെങ്കിൽ അവർക്ക് ആക്സെൻറ്റ് പിടികിട്ടാതെ വരിക. നമുക്ക് മോസ്റ്റ്ലി ഇവിടെ OET ട്രെയിനിങ്ങും അതുപോലെ തന്നെ IELTS ട്രെയിനിങ്ങും ഒക്കെ പോകുന്നുണ്ട്. പക്ഷേ എന്നാലും വെൻ ഇറ്റ് കംസ് ടു ഒരു ജോബ് പെർസ്പെക്റ്റീവ് വരുമ്പം ഇതൊന്നും പോരാന്നൊരവസ്ഥ വരും. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവിടെ ഡിഫിക്കൽട്ടായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്ക് ഇവർക്ക് അതിനു വേണ്ടിയുള്ള സ്കിൽസും ട്രെയിനിങ്ങും നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ബ്രിഡ്ജിങ് കോഴ്സ് ആണല്ലോ ചെയ്യാം. അപ്പം നമ്മൾ ടൂറിസ്റ്റ് വിസ എടുത്തിട്ടാണല്ലോ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇതിനൊരു ഇത്രയുണ്ടല്ലോ, ഇത്ര മാസത്തിനുള്ളിൽ നമ്മൾ തിരിച്ച് വരണമല്ലോ. അപ്പോൾ യൂഷ്വലി അങ്ങനെ വരുന്ന ആളുകൾക്ക് രണ്ടാമതൊരു ടൂറിസ്റ്റ് വിസ എടുക്കേണ്ട വരാറുണ്ടോ? കാരണം ചിലരൊക്കെ 1.5 വർഷം വരെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഒരു ടൂറിസ്റ്റ് വിസ അപ്ലൈ ചെയ്ത് അങ്ങനെയൊക്കെയാണോ? അതായത് ഇവരെന്ന് പ്രിപ്പയർഡ് ആവുന്നു ആ സമയത്ത് ഞങ്ങൾ ഇവരെ വിസ എടുത്ത് കൊണ്ടുപോകത്തുള്ളൂ. അവരൊക്കെ ഓൺലൈനായിട്ടിരുന്ന് പഠിക്കാം. വെനെവർ ദേ ആർ റെഡി ദേ ക്യാൻ കം. പക്ഷെ വന്നു കഴിഞ്ഞാൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവണം. ഞങ്ങൾ ആ ഒരു ഓപ്ഷനെ അവർക്ക് കൊടുക്കാറുള്ളൂ. കാരണം അത്രയും ഹ്യൂജ് പേയ്മെൻറ്റ് എടുത്ത് വരുന്നതാണ്. ഇപ്പോൾ UK കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ച് അവർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് പോവാം. മാത്രമല്ല അവരുടെ കയ്യിൽ പൈസയുണ്ട്. സ്റ്റുഡൻറ്റ് വിസയിലുള്ള ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ച് അവർക്കൊരു 12 ലക്ഷം രൂപ മുടക്കിയാൽ അവർക്ക് 3 വർഷം അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഞങ്ങളോട് എപ്പോഴും ചോദിക്കും, മാം സ്റ്റുഡൻറ്റ് വിസ എടുക്കണോ അതോ ഇതുപോലെ വിസിറ്റിൽ വന്ന് ചെയ്യണോ? അപ്പം ഞാൻ ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുന്ന സജഷനും, മോളെ പൈസ ഉണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് വിസയിൽ വരിക, പൈസ ഇല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ നിങ്ങൾ വിസിറ്റിൽ വരിക. പക്ഷേ എന്നാണോ നിങ്ങൾ റെഡി ആവുന്നത് ആ സമയത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യും. അതുവരെ നിങ്ങൾ പഠിക്കുക. ഇപ്പോൾ 2 മാസം എന്ന് പറഞ്ഞാൽ 1 മാസത്തിന് ശേഷം ഞങ്ങൾ പഠിച്ചിട്ട് ചോദിക്കും, മോളെ വിസ അപ്ലൈ ചെയ്യാറായെങ്കിൽ ഓക്കെ. ചില ആൾക്കാരുണ്ട് OET ഒക്കെ അടുത്ത മാസം എക്സ്പയർ ആവും, വഴിയില്ല, ഒന്നും ചെയ്യാനില്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൊണ്ടുവരിക, ഇരുത്തി പഠിപ്പിക്കുക. രാത്രിയിലും പകലും എല്ലാം ഇരുത്തി പഠിപ്പിക്കും. കൊണ്ടുവരുന്ന ആൾക്കാർ രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഞങ്ങൾ ഇരുന്ന് പഠിപ്പിച്ചിട്ട് പിറ്റേ ദിവസം എക്സാമിന് കയറ്റിയ പിള്ളേരും ഉണ്ട്. പണ്ട് എല്ലാവരും പറഞ്ഞ കാര്യം, നഴ്സിംഗ് കാലത്ത് ഞങ്ങൾ പഠിക്കുമായിരുന്നു. എക്സാമിന് തലേദിവസം ഹോസ്റ്റലിൽ വട്ടം കൂടി ഇരുന്ന് പഠിക്കുമായിരുന്നു. ഗത്യന്തരം ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ഇവരെല്ലാം വട്ടം കൂടി ഇരുത്തി എല്ലാവരും ഇരുന്ന് പഠിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അത് ഓരോ ടൈമാണ് കേട്ടോ. അത് പറ്റുന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ റിസ്ക് എടുക്കാതെ കൊണ്ടുപോകാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ കൊണ്ടുപോകും. ഇപ്പം സ്റ്റുഡൻറ്റ് വിസയെക്കുറിച്ച് ജസ്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ഇപ്പോൾ പലർക്കും പോകാനായിട്ട് പല നെഗറ്റീവ് കമൻറ്റുകളും കേട്ടിട്ട് പേടിയാണ്. ശരിക്കും അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? സ്റ്റുഡൻറ്റ് വിസയിൽ ഇപ്പം നമ്മൾ വളരെ റീസെൻ്റായിട്ട്, ഞാൻ സ്റ്റുഡൻറ്റ് വിസ തീരെ പ്രൊമോട്ട് ചെയ്തിരുന്ന ഒരാളായിരുന്നു കേട്ടോ. എനിക്ക് റീസെൻ്റായിട്ടൊരു 1 ഇയർ ആയിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് വിസ നേഴ്സസിന് മാത്രം ചെയ്തു കൊടുത്തു തുടങ്ങി. അതിൻ്റെ റീസൺ റിക്രൂട്ട്മെൻറ്റ് ഇല്ല. ഇപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ പിള്ളേർക്ക് ജോലി കിട്ടാനൊരു പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് നേഴ്സസ് OET IELTS ഒക്കെ പാസ്സായി നിൽക്കുന്നവർ, ഈവൻ OET ഇല്ലാത്തവർ IELTS ഇല്ലാത്തവരൊക്കെ നഴ്സിംഗ് കഴിഞ്ഞവർക്ക് സ്റ്റുഡൻറ്റ് വിസയിൽ കയറിയാൽ ദെയർ ആർ പോസിബിലിറ്റീസ്. അതിൻ്റെ റീസൺ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു സപ്പോർട്ടുണ്ട്. അവരുടെ CBT, OSCE, OET ട്രെയിനിങ്. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ ഒരു സ്ഥലത്ത് ഇവർ പഠിക്കുന്നതിൻ്റെ സെയിം ടൈം പാരലലി നമ്മൾ ഇവർക്ക് രജിസ്ട്രേഷന് സപ്പോർട്ട് കൊടുക്കും. സ്റ്റുഡൻറ്റ് വിസ കഴിയുമ്പോൾ ഇവർക്ക് രജിസ്ട്രേഷൻ കിട്ടും. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റേ ബാക്ക് പീരീഡിൽ ഇവർക്ക് ജോലിക്ക് അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് വിസ സ്വിച്ച് ചെയ്യാൻ പറ്റും. ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ വെൻ ഇറ്റ് കംസ് ടു നഴ്സസ് അതിപ്പോൾ സ്റ്റുഡൻറ്റ് വിസ മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു 80-90 സ്റ്റുഡൻസിനോളം ഈ സെപ്റ്റംബർ ഇൻടേക്ക് തന്നെ കൊണ്ടുപോകാം. അങ്ങനെ വരുന്നവരുടെ പ്രത്യേകത ഇവരെല്ലാം OET പാസ്സായിരിക്കുന്നവരും അല്ലെ OET പ്രിപ്പയർ ചെയ്യുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് ചെറിയ 1 ഇയർ പ്രോഗ്രാംസ്, ഒത്തിരി പൈസയൊന്നുമില്ല, അതൊരു 11-12 ലാഖിനൊക്കെ ഉള്ളിൽ സ്കോളർഷിപ്പൊക്കെ അത്യാവശ്യം കിട്ടി ഇവരെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു സമയം ഞങ്ങളിവിടെ വേസ്റ്റ് ചെയ്യിക്കാതെ ഇവരെ OETയും IELTSും CBTയും പഠിപ്പിച്ചുകൊണ്ടാണ്, OSCEയും പഠിപ്പിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്.
ഇവർ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ പാരലലി നമ്മൾ ഈ പ്രോസസ്സിങ്ങും സ്റ്റാർട്ട് ചെയ്ത് ബൈ ദ എൻഡ് ഓഫ് ദി ഇയറിൽ അവർക്ക് 2 രീതിയിലും ബെനിഫിറ്റ് ഉണ്ടായാൽ ഐ തിങ്ക് അറ്റ് പ്രസൻറ്റ് സ്റ്റുഡൻറ്റ് വിസ നല്ലൊരു ഓപ്ഷനാണ് വെൻ ഇറ്റ് കംസ് ടു നഴ്സസ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ UK പഠിക്കാൻ കൊണ്ടുപോകുന്ന ആളുകൾ, ഏജൻസ്, കൺസൾട്ടൻസീസ്, അങ്ങനത്തെ ഒരുപാട് വരാറുണ്ട്. കുറേ എണ്ണം ഫേക്കാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞിട്ട് പലരും പൈസ പോയ കഥകളും എല്ലാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങൾക്ക് നേരത്തെ അന്വേഷിച്ചുകൂടായിരുന്നോ, ഓഫീസ് ഉണ്ടോ നിങ്ങൾക്ക് നോക്കായിരുന്നില്ലേ, ഇങ്ങനെയുള്ള ആളുകളുടെ ഒതൻറ്റിസിറ്റി നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിച്ചില്ല? ഇപ്പം നമ്മളും പലരും ഇതിൽ പല കേസുകളിലകത്തായവരും പറഞ്ഞ കഥകളൊക്കെ അന്നത്തെ പിന്നീട് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഒത്തൻറ്റിക് ആയിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെയാണ് അവർ പലരും ഒക്കെ പറഞ്ഞത്. അപ്പം ഇത്രയും വർഷമായിട്ട് നിങ്ങളിത് ചെയ്യുന്ന ഒരാളാണ് ജിസ്ന. അപ്പം നിങ്ങളുടെ ഓഫീസുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് പഠിക്കാനുള്ള വഴികൾ അങ്ങനെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾ? നമുക്ക് പത്തനംതിട്ടയിൽ ഓഫീസുണ്ട്. നമുക്ക് ആകെ ഒറ്റ ബ്രാഞ്ചേ ഉള്ളൂ, അത് പത്തനംതിട്ടയാണ്. IELTS OET സെൻറ്റേഴ്സ് ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് 8ഓളം ബ്രാഞ്ചുകളുണ്ടായിരുന്നു, ട്രെയിനിങ് അക്കാഡമീസ് ആയിരുന്നു. പക്ഷേ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒറ്റ ഓഫീസേ ഉള്ളൂ പത്തനംതിട്ടയിൽ. കൊച്ചിയിൽ നമ്മുടെ ഒരു ടീം ഓഫ് ഒരു ക്രൂ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ എല്ലാ സെൻറ്റേഴ്സും ഉള്ളത് UK-യിലാണ്. നമുക്ക് വഴി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര അഷ്വരിറ്റിയോടുകൂടി പറയാൻ പറ്റുന്നത്, ഒരു കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന സപ്പോർട്ട് അവർക്ക് UK-യിലാണ്. അവരവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ റിയൽ സപ്പോർട്ട് വരുന്നത്. കാരണം പല ആൾക്കാരും അവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റുഡൻറ്റ് വിസ ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു വിസയല്ല. അതായത് ഒരു കോളേജിലേക്ക് ആപ്ലിക്കേഷൻ ഇടാൻ വേണ്ടിയിട്ടുള്ള പൈസ കുട്ടിയല്ല മുടക്കേണ്ടത്. കാരണം ഇതിൻ്റെ കമ്മീഷൻ റേറ്റോ അല്ലെങ്കിൽ സർവീസ് ചാർജുകളോ യൂണിവേഴ്സിറ്റിയാണ് ഏജൻസിന് കൊടുക്കുന്നത്. 1 രൂപ പോലും ഒരു കൊച്ചിന് സ്റ്റുഡൻറ്റ് വിസയിൽ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ ആ കൊച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പൈസ പോലും കൊടുക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടികൾക്ക് 1 രൂപ പോലും ആപ്ലിക്കേഷൻ ഫീയോ ചാർജോ ഇല്ലാണ്ടാണ് നമ്മളൊക്കെ ആപ്ലിക്കേഷൻ ഇടുന്നത്. വൺ ലാസ്റ്റ് ഡൗട്ട്. ഓക്കെ, എല്ലാവരും ഈ ഒരു 1000 പൗണ്ടിനടുത്തൊക്കെ മേടിച്ചിട്ടാണ് ഈ ഓസ്കി ചെയ്യുന്നത്. അതെ, നിങ്ങൾ ആദ്യം തുടങ്ങിയ പോലെ തന്നെ ആ ഒരു റേറ്റിൽ 700 ഇതിൽ തന്നെ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്, അത് എന്തുകൊണ്ടാണ്, അതെങ്ങനെയാണ് വയബിൾ ആവുന്നത്? ഞങ്ങൾക്ക് വയബിൾ ആവുന്നതിൻ്റെ ഒറ്റ റീസണേ ഉള്ളൂ, നമ്മുടെ പിള്ളേർ ഹാപ്പിയാണ്. നമുക്ക് ഈ ശരിക്കും 700 പൗണ്ടിൽ ഈ കോസ്റ്റ് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റേ അതിൽ നിന്ന് വരുന്നുള്ളൂ. കാരണം ഈ കുട്ടികൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ് പോകുന്നുണ്ട്, എത്ര കാലം വേണമെങ്കിലും പഠിക്കാം. അതുപോലെ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ അതിനനുസരിച്ച് എക്യുപ്മെൻറ്റ്സ് പോകുന്നുണ്ട്, ആർട്ടിക്കിൾസ് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രൊസീജിയറാണ്. അപ്പോൾ അവർക്ക് നമുക്കൊന്നും തരത്തില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. അത് അവർ പെയ്ഡാണ്, അതനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇത്രയും ചെറിയ പേയ്മെൻറ്റ് ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെയാണ് ആക്ച്വലി അതൊരു വെൻ ഇറ്റ് കംസ് ടു ദ വോളിയം ഈസ് റിയലി നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു ഫോം നടത്തി അങ്ങനെ മില്യനെയർ ആവണം എന്നൊരാഗ്രഹം ഇപ്പോഴും ഇല്ല, ഇനി അങ്ങോട്ട് ഇല്ല തന്നെ. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ എന്നാ ഫീസ് കൂട്ടുന്നത്. ഞങ്ങൾ ശരിക്കും ഓൺലൈൻ ഓസ്കി കൊടുത്തുകൊണ്ടിരുന്ന 70 പൗണ്ടിനാണ്. 70 പൗണ്ട് എന്ന് പറഞ്ഞാൽ ശരാശരി ആർക്കും ആ എമൗണ്ട് പേ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നാട്ടിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു ട്രെയിനിങ്ങിന് 10,000 രൂപയെങ്കിലും ആവും. അത് നമ്മളവിടെ കൊടുത്തുകൊണ്ടിരുന്നത് 7,000 രൂപയ്ക്കാണ്. അപ്പോൾ അത്രയും നമ്മൾ കൊടുത്തതിൻ്റെ റീസണും പാസ്സാവുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും അതിലൂടെ നമുക്ക് വരുന്ന വോളിയവും മോറാണ്. അപ്പോൾ ഒരാൾ പോയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്, ആ ആൾ റെഫർ ചെയ്യുവാണെങ്കിൽ അത് ഫോർച്യൂസിലോട്ടേ ഉണ്ടാകത്തുള്ളൂ. പഠിച്ച ഒരാൾ അടുത്ത ആളോട് പറയും അങ്ങനെ ഇവിടെ പോയാൽ മതി എന്ന് ഉറപ്പിച്ച് പറയുന്നവരുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് വളരെ റീസെൻ്റായിട്ട് വന്ന ഒരു ചേച്ചി, 60 വയസ്സുണ്ട് ചേച്ചിക്ക്, ബീന എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പം ചേച്ചി വന്നു, ചേച്ചി പാസ്സായതിനു ശേഷം ചേച്ചി വഴി ഞങ്ങൾക്ക് വന്നത് മോർ ദാൻ 30 സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഒരാളിലൂടെ നമുക്കറിയാം, ബീന ചേച്ചി പറഞ്ഞിട്ട് വന്നതാണ്, ഈ ഓസ്കി പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെയും വിളിച്ച് വിടുവാണ് ഇവിടെ പോയി പഠിക്ക് പാസ്സാവുമെന്ന് പറഞ്ഞ്. അപ്പം നമുക്ക് കിട്ടുന്നതെല്ലാം വേർഡ് ഓഫ് മൗത്ത് വഴിയാണ്. സോ റേറ്റ് കുറയ്ക്കുന്നതനുസരിച്ച് നമുക്ക് ബിസിനസ് കൂടത്തേ ഉള്ളൂ, കുറയത്തില്ല. അതിൻ്റെ കൂടെ ഐ തിങ്ക് സംവെയർ ഞാൻ കഷ്ടപ്പെട്ടത് ബാക്കിയുള്ളവർ കഷ്ടപ്പെടരുതെന്നുള്ളൊരു ചിന്തയും കൂടെ അതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ടോ? ഉറപ്പായിട്ടും അത് ഇപ്പോഴും ഉണ്ട്. ഇപ്പം നമ്മളോട് ഒരാൾ വന്ന് പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളോടും പേയ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെ പേരിലാണ് മോളെ നിങ്ങൾ എടുക്കാതിരിക്കുന്നതെങ്കിൽ, എല്ലായിടത്തും ട്രെയിനിങ് 1 month 2 month അങ്ങനെ ഒരു ഡ്യൂറേഷൻ വെച്ചിട്ടാണ്. 6 മാസം ആകുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന പിള്ളേർ പറയുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ മേടിക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ട്. അപ്പം അതിപ്പോഴും ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന കാര്യമാണ്. കാരണം എനിക്കൊന്ന് ഓരോ പൈസയുടെ വില അറിഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് തരുന്ന ഓരോ പൈസയും അവരും ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. കാരണം അവിടെ എന്നൊക്കെ ഇവിടെ നമുക്കൊരു നല്ല ജോലിയൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ, അവിടെ എന്ന് വെച്ചാൽ സീനിയർ കെയറായിട്ടും വർക്ക് ചെയ്യുന്ന വെച്ചാൽ അവർ അതുപോലെ സ്ട്രഗിൾ ചെയ്തുണ്ടാക്കുന്ന പൈസയാണ്. സോ വി ഷുഡ് വാല്യൂ ദെയർ മണി ആസ് വെൽ. അത് നമ്മളിപ്പോഴും ചെയ്യുന്നു. അപ്പം 100% വിൻ
ആ ഒരു പെർസെൻറ്റേജ് ഇനി അങ്ങനെ തന്നെ തുടരാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ 15,000 എന്നുള്ളത് 20,000 30,000 ഒക്കെ ആയി മാറി 2030 സ്വപ്നങ്ങൾ ഒരു 28-ലെങ്കിലും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം ജിസ്ന. താങ്ക് യു സോ മച്ച്.